വൈകുണ്ഠ ഏകാദശി എന്ന മഹാപുണ്യദിനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഈ ഡിസംബർ 30-ന് നിങ്ങളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഉത്തരദർശനം നടത്തുക. വൈകുണ്ഠ ഏകാദശി വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഏറ്റവും അത്ഭുതകരമായ ദിവസമാണ്. ഈ ഏകാദശി മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന ഗ്രന്ഥങ്ങൾ ഈ ദിവസത്തെക്കുറിച്ച് പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. ഈ ദിവസം ആത്മനിയന്ത്രണം, വ്രതം, കാത്തിരിപ്പ്, അച്ചടക്കം എന്നീ മഹത്തായ ഗുണങ്ങളുടെ പ്രാധാന്യം വിശദീകരിക്കുന്നു. വർഷം മുഴുവൻ വരുന്ന 24 ഏകാദശികളുടെയും സമ്മിളിത ഫലം ഈ ഒരു ദിവസത്തിൽ മാത്രം ലഭിക്കുമെന്നാണ് വിശ്വാസം. പത്മപുരാണം ഇതിനെ മുക്കോടി ഏകാദശി എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ദിവസം വടക്കുദിശയിലെ വൈകുണ്ഠദ്വാരം തുറക്കപ്പെടുന്നു എന്നതാണ്. ഇതിനെ മോക്ഷദ്വാരം എന്ന് വിളിക്കുന്നു. ആ പുണ്യസമയത്ത് മുക്കോടി ദേവന്മാരും ഈ വാതിലിലൂടെ കടന്ന് ശ്രീമഹാവിഷ്ണുവിനെ ദർശിക്കാൻ പോകുന്നു. സ്വർഗത്തിലെ മുക്കോടി ദേവന്മാരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഏക ഏകാദശി ഇത് മാത്രമാണ്. ഈ വിശിഷ്ട ദിവസത്തിൽ ഗോവിന്ദനെ ദർശിച്ചാലോ, മനസ്സിൽ ഭക്തിപൂർവ്വം സ്മരിച്ചാലോ അനേകം കോടി യാഗങ്ങളുടെയും ആയിരക്കണക്കിന് വർഷങ്ങളുടെ തപസ്സിന്റെയും പുണ്യഫലം ലഭിക്കും. നമുക്ക് വൈകുണ്ഠപ്രാപ്തിയും ഉണ്ടാകും. ഒരു ചെറിയ തുളസിയില ഭക്തിയോടെ സമർപ്പിച്ചാൽ തന്നെ ഭഗവാൻ അത്യന്തം പ്രസന്നനാകുമെന്നാണ് വിശ്വാസം. വൈകുണ്ഠ ഏകാദശി ദിവസം ഭക്തിപൂർവ്വം ജപിക്കേണ്ട മന്ത്രം ഇതാണ്: ശ്രീ വൈകുണ്ഠ നിവാസായ ശ്രീനിവാസായ വിഷ്ണുവേ, വേദവേദാംഗ രൂപായ മാധവായ നമോസ്തുതേ. ഈ പുണ്യദിനത്തിൽ നിങ്ങളും ക്ഷേത്രദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടുക.